അവൻ്റെ ശിരസ്സും മുടിയുമാകട്ടെ വെൺമഞ്ഞു പോലെയും വെൺകമ്പിളി പോലെയും, ധവളം നയനങ്ങൾ തീജ്വാല പോലെ, പാദങ്ങൾ ചൂളയിൽ ഉരുകിയ പിച്ചള പോലെ, സ്വരം പെരുവെള്ളത്തിൻ്റേതുപോലെയും. അവൻ്റെ വലത്തുകൈയിൽ 7 നക്ഷത്രങ്ങൾ, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ്ത്തലവാൾ, വദനം പൂർണ്ണ ശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. ഇതാണ് യോഹന്നാൻ പത്മോസിൽ ഇരുന്ന് കണ്ട ദർശനം. ഇത് ഞാൻ പറയുന്ന കാര്യം യോഹന്നാൻ ആ ദ്വീപിലായിരിക്കുമ്പോൾ ആ ദർശനത്തിൽ നിന്നൊരു കാര്യമാണ്. ദൈവം എവിടെയും നിന്നെ തനിച്ചാക്കുകയില്ല. ദൈവം നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. വേദനയുടെ പത്മോസിലായിരിക്കാം, ഒറ്റപ്പെടലിൻ്റെ പത്മോസിലായിരിക്കാം, ക്ഷമയോടെ സഹിക്കുന്ന പത്മോസിലായിരിക്കാം, ഏകാന്തതയുടെ പത്മോസിലായിരിക്കാം, സകലരാരും അവഗണിക്കപ്പെട്ടതിൻ്റെയും ഒറ്റപ്പെട്ടതിൻ്റെയും തകർന്നു പോകാൻ സാഹചര്യമുള്ള നിമിഷങ്ങളുടെയും പത്മോസിലായിരിക്കാം ഇന്ന് വീടും സാഹചര്യവും ചുറ്റും ജീവനും ജീവിതവും കടന്നു പോകുന്നേ. ദൈവം നിന്നെ ഒറ്റയ്ക്കാക്കുകയില്ല. ദൈവം നിന്നെ തനിയെ വിടുകയില്ല. ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല. പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഉപേക്ഷിക്കുന്ന മനുഷ്യരെ കാണാം, എന്നാൽ ഉപേക്ഷിക്കുന്ന ദൈവത്തെ കാണുകയില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ, മനോദുഃഖം കൂടുമ്പോൾ, പ്രശ്നങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോൾ, കൈയൊഴിയുന്ന, ഉപേക്ഷിച്ചിട്ട് കണ്ടില്ലെന്ന് നടിച്ച് മുഖം തിരിച്ച് മറികടന്നു പോകുന്ന മനുഷ്യരെ, പ്രിയപ്പെട്ടവരെ, സ്വന്തക്കാരെ, മിത്രങ്ങളെ ഒക്കെ കാണും. എന്നാൽ ഒരിക്കലും ഒരു പ്രതിസന്ധിയിലും, ഏത് പത്മോസിലായാലും, ജീവിതത്തിൻ്റെ പത്മോസുണ്ട്, പ്രതിസന്ധിയുടെ പത്മോസുണ്ട്, ഒറ്റപ്പെടലിൻ്റെ പത്മോസുണ്ട്, തകർച്ചയുടെ പത്മോസുണ്ട്. ആരാരുമില്ലാത്ത ഏകാന്തമായി പോയതിൻ്റെ, തകർന്നു പോയതിൻ്റെ പത്മോസ്. ചില സാമ്പത്തികമൊക്കെ അങ്ങ് കുറയട്ടെ, അപ്പോൾ കാണാം മിത്രങ്ങളും പ്രിയപ്പെട്ടവരൊക്കെ മാറി മാറി പോകുന്നത്. സാമ്പത്തികം തകർന്നതിൻ്റെ പത്മോസ്. രോഗം ബാധിച്ച് പലതരം ക്ഷീണമൊക്കെ ആയി പത്മോസിലായിരിക്കുന്ന, ആരും വിളിക്കാനില്ല, പറയാനില്ല, വീട്ടിലേക്ക് വരാൻ ആളില്ല. പത്മോസിൻ്റെ അനുഭവമാണോ? ദൈവം നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ടില്ല. ദൈവം നിന്നെ തനിയെ വിടുകയില്ല. നീ തിരിഞ്ഞു നോക്കുമ്പോൾ നിനക്ക് കാണാം നിന്നെ അന്വേഷിച്ചു വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ, ദൈവത്തിൻ്റെ കടാക്ഷത്തെ. ഏത് പ്രശ്നത്തിൻ്റെ പത്മോസിലായാലും യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് 7 ദീപപീഠങ്ങളുടെ മുമ്പേ സന്നിധമായി നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം കേട്ട് ഈ വ്യക്തിയെ, കുടുംബത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ.